നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസിനുള്ളിലെ രൂക്ഷമായ ഉൾപാർട്ടി പോരിനും പരസ്യമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്കും തടയിടാൻ ശക്തമായ ഇടപെടലുമായി കെപിസിസി. പാർട്ടിയുടെ ഔദ്യോഗിക നിലപാടുകളിൽ നിന്ന് വ്യത്യസ്തമായ വ്യക്തിപരമായ അഭിപ്രായങ്ങളും തർക്കങ്ങളും മാധ്യമങ്ങളിലും സാമൂഹിക മാധ്യമങ്ങളിലും വക്താക്കൾ ചർച്ചയാക്കുന്നത് പാർട്ടിയുടെ ഐക്യത്തെയും അച്ചടക്കത്തെയും ഗുരുതരമായി ബാധിക്കുന്നുവെന്ന് കെപിസിസി വിലയിരുത്തിയിരിക്കുകയാണ്. ഇത്തരം പരസ്യ പ്രതികരണങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ വിശ്വാസ്യത കുറയ്ക്കാൻ ഇടയാക്കുമെന്നും നേതൃത്വം ചൂണ്ടിക്കാട്ടി. പ്ലീഡർ നിയമന വിവാദത്തിൽ മാധ്യമ പാനലിസ്റ്റുകൾക്ക് കർശന നിയന്ത്രണങ്ങളുമായിട്ടാണ് കെപിസിസി പാർട്ടി നേതൃത്വത്തെ വെട്ടിലാക്കുന്ന തരത്തിൽ ആഭ്യന്തര തർക്കങ്ങൾ തെരുവിലേക്ക് നീണ്ടത്. ഇതോടെയാണ് മീഡിയ ചെയർപേഴ്സണും കെപിസിസി ജനറൽ സെക്രട്ടറിയുമായ ദീപ്തി മേരി വർഗീസ് വക്താക്കൾക്ക് രേഖാമൂലം കടുത്ത മുന്നറിയിപ്പ് നൽകിയത്. വിവാദ വിഷയങ്ങളിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് യാതൊരുവിധ ഭിന്നസ്വരവും ഉണ്ടാകരുതെന്നും ഔദ്യോഗിക നിലപാടുകൾ മാത്രമേ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും പങ്കുവയ്ക്കാവൂ എന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു. പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനങ്ങളും നിലപാടുകളും മാത്രമേ പൊതുവേദികളിലോ മാധ്യമങ്ങളിലോ അവതരിപ്പിക്കാവൂ എന്നും കെപിസിസി കർശന നിർദ്ദേശം നൽകി. വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസങ്ങളോ സംഘടനാപരമായ പരാതികളോ ഉണ്ടെങ്കിൽ അവ പാർട്ടിയുടെ ആഭ്യന്തര വേദികളിൽ മാത്രമേ ഉന്നയിക്കാവൂ എന്നും സംഘടനാ സംവിധാനത്തിലൂടെ അവ പരിഹരിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാർട്ടിയുടെയും നേതൃത്വത്തിന്റെയും പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളിൽ നിന്നോ ചർച്ചകളിൽ നിന്നോ സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്നോ അംഗങ്ങൾ പൂർണ്ണമായും വിട്ടുനിൽക്കണമെന്നും കെപിസിസി വ്യക്തമാക്കി. മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പാർട്ടിയുടെ അച്ചടക്കവും ഐക്യവും ഉത്തരവാദിത്ത ബോധവും ഉയർത്തിപ്പിടിക്കണമെന്നും കെപിസിസി ഓർമ്മിപ്പിച്ചു. സംഘടനയ്ക്കുള്ളിൽ അസ്വാരസ്യങ്ങൾ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കി പാർട്ടിക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകാൻ ആവശ്യമായ അച്ചടക്ക നടപടികളാണ് ഈ നിർദ്ദേശങ്ങളിലൂടെ കെപിസിസി ലക്ഷ്യമിടുന്നത്. കെപിസിസി ജനറൽ സെക്രട്ടറി കൂടിയായ മാധ്യമ വിഭാഗം ചെയർപേഴ്സൺ ദീപ്തി മേരി വർഗീസ് ആണ് ഇത് സംബന്ധിച്ച് സർക്കുലർ പുറത്തിറക്കിയിട്ടുള്ളത്. പാർട്ടിയുടെ നേതൃത്വത്തിന്റെയും പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കുന്ന തരത്തിൽ പ്രസ്താവനകൾ നടത്തുകയോ ചർച്ചകളിൽ പങ്കെടുക്കുകയോ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയോ ചെയ്യരുതെന്നും നിർദ്ദേശമുണ്ട്. മുൻ SFI നേതാവിനെ സർക്കാർ പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ട കോൺഗ്രസിനുള്ളിൽ ഉയർന്നു വന്ന വിവാദങ്ങൾക്കിടെയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നത്. ഇത് പാർട്ടി നേതാക്കൾക്കിടയിൽ പരസ്യമായ വാദപ്രതിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. കോൺഗ്രസിനകത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള ആഭ്യന്തര പോര് പുതിയ തലത്തിലേക്കാണ് കടക്കുന്നത്. ഇതിനിടയിലാണ് ഈ പോസ്റ്റും വൈറലാകുന്നത്. മുഖ്യമന്ത്രി VD സതീശനെ കസേരയിൽ നിന്ന് ഇറക്കാൻ ലക്ഷ്യമിട്ട് പാർട്ടിയിൽ ഒരു പ്രബല വിഭാഗം കൂറുമുന്നണി രൂപീകരിച്ച് പടയൊരുക്കം തുടങ്ങിയതായാണ് ലഭിക്കുന്ന സൂചനകൾ. ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ നിന്ന് മുഖ്യമന്ത്രി സതീശൻ അപ്രത്യക്ഷനായതും പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി കുടീരത്തിൽ അദ്ദേഹം തികച്ചും ഒറ്റയ്ക്ക് സന്ദർശനം നടത്തിയതുമെല്ലാം ഈ അണിയറ നാടകങ്ങളുടെ പരസ്യമായ പ്രകടിത രൂപങ്ങളായി രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്ത് VD സതീശനെ ഇനി ഒരു വർഷത്തെ ആയുസ് മാത്രമാണ് കോൺഗ്രസിലെ ഒരു വിഭാഗം നേതാക്കൾ പരസ്യമായി പ്രവചിക്കുന്നത്. സതീശന്റെ ഏകപക്ഷീയമായ പ്രവർത്തന രീതിയിലും ശൈലിയിലും അതൃപ്തരായ ഒരു പറ്റം മന്ത്രിമാരും ഭരണമുന്നണിയിലുണ്ട്. ഈ അതൃപ്തി മുതലെടുത്താണ് ഹൈക്കമാൻഡിലെ കേരളത്തിൽ നിന്നുള്ള ശക്തനായ നേതാവ് KC വേണുഗോപാലിന്റെ അനുഗ്രഹാശിരസുകളോടെ സതീശനെതിരെയുള്ള നീക്കങ്ങൾക്ക് വേഗത കൂടിയെന്നാണ് A ഗ്രൂപ്പിലെയും വലിയൊരു വിഭാഗം I ഗ്രൂപ്പിലെയും അടിയൊഴുക്കുകൾ സൂചിപ്പിക്കുന്നത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവിയർ മുഖ്യമന്ത്രി സതീശനെതിരെ നടത്തിയ സ്വതന്ത്ര പോരാട്ടം കോൺഗ്രസിലെ ഈ ഗ്രൂപ്പ് യുദ്ധത്തിന്റെ പുതിയ ആയുധമാണ്. അലോഷ്യസ് ഉന്നയിച്ച ആക്ഷേപങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയാൻ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ തയ്യാറാകാതിരുന്നത് സതീശന് വിരുദ്ധ ചേരിക്ക് വലിയ ഊർജമാണ് പകർന്നിരിക്കുന്നത്. പരസ്യ പ്രതികരണത്തിന്റെ രീതിയെ ചോദ്യം ചെയ്യുമ്പോഴും ഉന്നയിച്ച കാര്യങ്ങളിൽ അലോഷ്യസിന് വേണുഗോപാൽ നൽകിയ പരോക്ഷ പിന്തുണ മുഖ്യമന്ത്രിയെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെന്നും വ്യക്തം. മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകമായ എറണാകുളത്ത് നിന്നുള്ള അലോഷ്യസ് സേവിയർ സതീശന്റെ കൈ പിടിച്ചാണ് മുമ്പ് KSU അധ്യക്ഷ പദവിയിലെത്തിയത്. എന്നാൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന ഈ നിർണായക ഘട്ടത്തിൽ അലോഷ്യസ് പെട്ടെന്ന് മനം മാറി മുഖ്യമന്ത്രിക്കെതിരെ തിരിഞ്ഞതിന് പിന്നിൽ ഡൽഹിയിൽ നിന്നുള്ള കൃത്യമായ തിരക്കഥയുണ്ടെന്നാണ് സതീശൻ അനുകൂലികൾ ആരോപിക്കുന്നത്. പാർട്ടി വേദികളിൽ പരാതി ഉന്നയിക്കാതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞത് സതീശന്റെ പ്രതിച്ഛായയെ തകർക്കാനുള്ള ബോധപൂർവമായ നീക്കത്തിന്റെ ഭാഗമാണ്. ഇതിനിടെ മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ അലോഷ്യസിന്റെ കൈപിടിച്ച് നടത്തിയ പ്രശംസകളും പുകഴ്ത്തലുകളും കോൺഗ്രസിലെ ഉൾപോരിന്റെ ആഴം വർദ്ധിപ്പിച്ചു.
വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതിയുമായി ബന്ധപ്പെട്ട് മുമ്പ് മുഖ്യമന്ത്രി സതീശനുമായി പരസ്യമായി ഇടഞ്ഞ സുധീരൻ ഈ അവസരം കൃത്യമായി വിനിയോഗിച്ച് തന്റെ വിയോജിപ്പ് ഒരിക്കൽ കൂടി പരസ്യമാക്കി. മുതിർന്ന നേതാക്കളുടെ ഈ പിന്തുണ അലോഷ്യസിന്റെ പിന്നിലുള്ളത് വ്യക്തിപരമായ മോഹഭംഗങ്ങൾ മാത്രമല്ല, മറിച്ച് വലിയൊരു രാഷ്ട്രീയ അജണ്ടയാണെന്ന് അടിവരയിടുന്നു. മറുവശത്ത് കോൺഗ്രസിലെ പ്രബല നേതാവായ രമേശ് ചെന്നിത്തല ഈ ആഭ്യന്തര യുദ്ധത്തിൽ നിന്നും തന്ത്രപരമായ അകലം പാലിക്കുകയാണ്. സ്വന്തം വകുപ്പിൽ മിടുക്കനായ വിവാദങ്ങൾ ഒന്നും തലവയ്ക്കാതെ ഒറ്റയ്ക്ക് പോകുന്ന രീതിയാണ് ചെന്നിത്തല സ്വീകരിച്ചിട്ടുള്ളത്. സതീഷിനെതിരെയുള്ള നീക്കങ്ങളെ അദ്ദേഹം പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ടെങ്കിലും പരസ്യമായ ചെളി വാരിയറയിലിന് നിൽക്കാതെ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള സ്വന്തം സാധ്യതകൾ കാത്തു സൂക്ഷിക്കുകയാണ് ചെന്നിത്തലയുടെ ലക്ഷ്യം. മറ്റൊരു മുതിർന്ന നേതാവായ കെ മുരളീധരനും ഗ്രൂപ്പ് തർക്കങ്ങളിൽ നിന്ന് മാറി പടലപ്പിണക്കങ്ങൾ ഒഴിവാക്കാനുള്ള കണിശതയാണ് പ്രകടിപ്പിക്കുന്നത്. എന്നാൽ കോൺഗ്രസിനകത്ത് ഈ പുകച്ചിലിൽ കൃത്യമായി തിരിച്ചറിഞ്ഞ സഖ്യകക്ഷിയായ മുസ്ലിം ലീഗ് കടുത്ത ജാഗ്രതയിലാണ്. പാർട്ടിയും സർക്കാരും രണ്ട് വഴിക്ക് പോകുന്നത് ഭരണത്തെ ബാധിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ലീഗ് നേതൃത്വം ഇതിനകം തന്നെ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. UDFന്റെ കെട്ടുറപ്പിനെ ബാധിക്കുന്ന തരത്തിലേക്ക് കോൺഗ്രസിൽ ഉൾപ്പോര് വളരരുതെന്ന കർശന നിർദ്ദേശമാണ് ലീഗ് നൽകുന്നത്. സതീഷിനെ അനുകൂലിക്കുന്ന എറണാകുളം KSU ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാൽ ഉൾപ്പെടെയുള്ളവർ അലോഷ്യസിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിട്ടുണ്ട്. മാധ്യമങ്ങൾക്ക് മുന്നിൽ മുഖ്യമന്ത്രി ആക്ഷേപിച്ചതിന് ശേഷമാണോ കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിക്കേണ്ടതെന്നാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുബാസ് ഓടക്കാലി ചോദിക്കുന്നത്. KSUവിനെ മുൻനിർത്തി മുഖ്യമന്ത്രി അപകീർത്തിപ്പെടുത്താൻ ചില കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ഈ കളി വരും ദിവസങ്ങളിൽ പാർട്ടിയിൽ വലിയ അച്ചടക്ക നടപടികളിലേക്ക് വഴിമാറിയേക്കും. ഈ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കിടയിലും താൻ ജനപ്രിയ ശൈലിയുടെ പ്രതിരോധം തീർക്കാനാണ് മുഖ്യമന്ത്രി VD സതീശൻ ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടി ഇരുന്ന് അതേ കസേരയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ പോലെ ആകാനാണ് ശ്രമിക്കുന്നത്. ഉമ്മൻചാണ്ടി ആകുക എന്നത് ആർക്കും സാധിക്കില്ലെങ്കിലും സാധാരണക്കാരെ ചേർത്ത് പിടിക്കുക എന്നത് തന്റെ ചുമതലയാണെന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചുകൊണ്ട് വൈകാരികമായ ഒരു പ്രതിരോധമാണ് സതീശൻ തീർക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിന്ന് തന്നെ ഒഴിവാക്കിയവർക്കുള്ള മറുപടി കൂടിയായിരുന്നു പുതുപ്പള്ളിയിലെ സ്മൃതി കുടീരത്തിലേക്കുള്ള സതീശന്റെ ഒറ്റയ്ക്കുള്ള യാത്ര. ഭരണത്തിന്റെ അവസാന വർഷങ്ങളിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടിരിക്കുന്ന ഈ കൂറുമുന്നണി UDF സർക്കാരിനെ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. KC വേണുഗോപാലിന്റെ നിശബ്ദമായ നീക്കങ്ങളും മന്ത്രിമാരുടെ അതൃപ്തിയും സതീഷിന് വരും നാളുകളിൽ അഗ്നിപരീക്ഷയായി മാറും. കസേര നിലനിർത്താൻ സതീശൻ നടത്തുന്ന പോരാട്ടവും അദ്ദേഹത്തെ താഴെയിറക്കാൻ ഹൈക്കമാൻഡ് പിന്തുണയോടെ ഗ്രൂപ്പുകൾ നടത്തുന്ന നീക്കങ്ങളും കേരള രാഷ്ട്രീയത്തെ വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രക്ഷുബ്ധമാക്കുമെന്ന് ഉറപ്പാണ്.